എല്ലാ കുട്ടികൾക്കും നാഷണൽ അക്കാഡമിയിലേക്ക്, അതായത് എക്സാം ഓറിയൻറ്റഡ് ക്ലാസ്സിലാണ് നമ്മളിന്ന് എടുക്കാൻ പോകുന്നത്. മലയാളമാണ്. അതിലേക്ക് നിങ്ങളെല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതായത് നമുക്ക് മലയാളത്തിലെ ഒന്നാമത്തെ പാഠമാണ് അമ്മയ്ക്കൊരു സന്ദേശം എന്നുള്ളത്. അപ്പോൾ ആ പാഠമാണ് നമ്മൾ ഏറ്റവും ആദ്യം തുടങ്ങുന്നത്. ആ അമ്മയ്ക്കൊരു സന്ദേശം എന്നുള്ള അതിനെപ്പറ്റി പറയേണ്ട ആവശ്യമില്ല. അത് ശ്രീകൃഷ്ണൻ്റെ കഥകളാണ്. അപ്പോൾ ആ ശ്രീകൃഷ്ണനെ പറ്റി അറിയാത്തവർ അന്ന് നമ്മുടെ കേരളത്തിലുണ്ടാവില്ല. കേരളത്തിൽ അന്നല്ല, ഇന്ത്യയിൽ തന്നെ ഉണ്ടാവില്ല എന്ന് നമുക്കറിയാം. അപ്പോൾ ശ്രീകൃഷ്ണൻ അമ്മയ്ക്കൊരു സന്ദേശം നൽകുന്നതാണ്. അതിൻ്റെ സന്ദർഭം ഇതാണ്. കംസൻ കൃഷ്ണനെ കൊല്ലാൻ നടക്കുകയാണ്. അതേപോലെ കൃഷ്ണനെ കൊല്ലാൻ വേണ്ടിയിട്ടൊരു സന്ദർഭം ഉണ്ടാക്കി മധുരയിലേക്ക് വിളിച്ചു കൊണ്ടുപോവുകയാണ്. പക്ഷേ കൃഷ്ണനല്ല ആൾ. അത് കണ്ടറിഞ്ഞ് കംസനെ വധിക്കുക ചെയ്യുന്നത്. കംസനെ വധിച്ചു കഴിഞ്ഞപ്പോൾ വീണ്ടും അവിടെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാനുള്ളതിനെ കൊണ്ട് അച്ഛൻ ദ്വാരകയിലേക്ക് അമ്പാടിയിലേക്ക് മടങ്ങുമ്പോൾ നമ്മുടെ കൃഷ്ണനും ബലരാമനും പോകുന്നില്ല. അവർക്ക് കുറേ പണികൾ വീണ്ടും ചെയ്യാനുണ്ട്. അപ്പോൾ വിഷമിച്ചിരിക്കുന്ന അമ്മേനെ സമാധാനിക്കാൻ വേണ്ടി ഒരു സന്ദേശവും സമ്മാനമൊക്കെ അയക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഇതിലെ സന്ദർഭം വരുന്നത്. അപ്പോൾ അതിൽ കുറച്ച് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് മാത്രമേ നമ്മളിവിടെ എന്ത് ചെയ്യുന്നുള്ളൂ, ചർച്ച ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നോക്കിക്കോളൂ. ഒന്നാമത്തെ ചോദ്യം തന്നെ, അമ്മയ്ക്ക് നൽകുവാനായി കൃഷ്ണൻ എന്ത് സമ്മാനമാണ് നന്ദഗോപരുടെ കൈവശം കൊടുത്തയക്കുന്നത്? അതായത് നന്ദഗോപുര അച്ഛനാണ്. അച്ഛൻ നിന്ന് വളർത്തച്ഛൻ, യശോദയും വളർത്തമ്മ. ആരാണ് ശരിക്കുള്ള അച്ഛനും അമ്മയും? ആരാണ്? ദേവകിയും വസുദേവരുമാണ്. അപ്പോൾ ആ അമ്മ വേദനിക്കരുത്, സങ്കടപ്പെടരുത് എന്ന് വിചാരിച്ച് നന്ദഗോപുരുടെ കയ്യിൽ എന്താണ്, നല്ല 4 ചേലകളാണ് കൊടുത്തയക്കുന്നത്. അതാണ് ആദ്യമായിട്ട് നമ്മൾ പറയുന്നത്. ഭംഗിയുള്ള 4 ചേലകളാണ് അമ്മയ്ക്ക് നൽകുവാനായിട്ട് കൃഷ്ണൻ നന്ദഗോപുരുടെ കയ്യിൽ കൊടുക്കുന്നത്. ഇനി അടുത്തത്, ദീനമാകുന്നതൻ മാനസത്തിൽ. ഏതു കാര്യം ആലോചിച്ചാണ് കൃഷ്ണൻ മനസ്സ് ദീനമാകുന്നത്? സങ്കടം വരികയാണ്. എന്താലോചിച്ചിട്ടാണ് സങ്കടം വരുന്നത് എന്നാണ് ചോദിക്കുന്നത്. എന്താണ്? പെട്ടിയിൽ സൂക്ഷിച്ചു വെച്ച കുറച്ച് ചിറ്റാടകളൊക്കെ ഉണ്ട്. അതിന് കേടൊന്നും പറ്റരുതേ എന്നാണ് പറയുന്നത്. അതെന്താണ്? പെട്ടിയിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ചിറ്റാട കേട് വന്ന് കാണുമോ എന്നാലോചിച്ചിട്ടാണ് കൃഷ്ണൻ സങ്കടം. അല്ല, വെണ്ണ തിന്നാത്തതിനൊക്കെ ദുഃഖം എന്നൊക്കെ പറയുന്നുണ്ട്. ദീനമാകുന്നതൻ മാനസത്തിൽ നിന്നാണ്. അപ്പോൾ ആ സന്ദർഭത്തിനനുസരിച്ച് നമ്മൾ ഉത്തരങ്ങൾ എഴുതണം കേട്ടോ. അപ്പോൾ ഇവിടെ ആ ചിറ്റാടകൾ പെട്ടിയിൽ സൂക്ഷിച്ച് വെച്ചിട്ടുള്ള അതിൽ പറയണ്ടല്ലോ, കേട് വന്നു പോകുക, എന്തൊക്കെ പുഴുക്കളായിരിക്കണമൊക്കെ നോക്കണം. ഇന്നിപ്പോൾ പുഴുവൊന്നുമില്ല, ടകൂറകളൊന്നുമില്ല. അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് പറയണത്. ആ ചിറ്റാടകൾ, വസ്ത്രങ്ങൾ കേട് വരാതെ സൂക്ഷിക്കണമെന്ന് പറയണം അമ്മേനോട്. അത് ആലോചിക്കുമ്പോഴോ, കേട് വന്നു പോകുമോ എന്ന് ആലോചിക്കുമ്പോഴാണ് എനിക്ക് സങ്കടം എന്നാണ് പറയണത്. ഇനി അടുത്തത്, പാൽവെണ്ണ ഉണ്ണാത്തത് കൊണ്ട് വേദന പരിഹരിക്കാൻ കൃഷ്ണൻ കണ്ടെത്തുന്ന മാർഗം എന്താണ്? അമ്മയുടെ കൈ കൊണ്ട് പാലും വെണ്ണയും കിട്ടുന്നില്ല അല്ലേ? അമ്മയുടെ കൈ കൊണ്ട് മാത്രമല്ല, അമ്പാടിയിലെ എല്ലാ വീടുകളിലും കയറിയിട്ട് കണ്ണൻ എന്ത് ചെയ്യാറുണ്ട്? വെണ്ണയും പാലൊക്കെ കട്ട് തിന്നാറുണ്ട്. ഇപ്പോൾ ഇവിടെ മധുരയിലായാരണം അത് കിട്ടുന്നില്ല. അപ്പോൾ അത് കിട്ടാൻ വേണ്ടി അമ്മേനോട് എന്ത് സൂത്രമാണ് പറഞ്ഞു കൊടുക്കുന്നത് നോക്കൂ. എന്താണ്? അമ്പാടിയിൽ നിന്ന് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ പാലും വെണ്ണയും അവരുടെ കയ്യിൽ കൊടുത്തയക്കണം. അതാണ് പറയുന്നത്. ആരെങ്കിലും അവിടുന്ന് ഇങ്ങോട്ടേക്ക് മധുരയിലേക്ക് വരുന്നുണ്ടെങ്കിൽ, അമ്പാടി ഒരു സ്ഥലത്താണ് കിടക്കുന്നത്, മധുര ഒരു സ്ഥലത്താണ് കിടക്കുന്നത്. മധുര കഴിഞ്ഞ് യമുനാ നദി കടന്ന അപ്പുറമാണ് എന്ത് കിടക്കുന്നത്? ദ്വാരക കിടക്കുന്നത്. അപ്പം ഇങ്ങോട്ടേക്ക് ആരും വരുന്നുണ്ട്, അമ്മ കുറച്ച് പാലും വെണ്ണയും കൊടുത്തയക്കണേന്നാണ് പറയുന്നത്. അതാണ് സൂത്രം എന്ന് പറയുന്നത് കേട്ടോ. ഇനി അടുത്തത്, അമ്മ കൃഷ്ണനെ ശിക്ഷിച്ചത് എന്തിന്? അതിൽ പറയുന്നുണ്ടല്ലോ, മേൽപ്പീലി കൊണ്ട് തല്ലി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ കവിതയിൽ. അപ്പം അതെന്തിനാണ് തല്ലിയത്, ശിക്ഷിച്ചത് എന്തിനാണെന്നാണ് ചോദിക്കുന്നത്. എന്താണ് പറയുന്നത് നോക്കൂ. വികൃതിയായിരുന്ന കൃഷ്ണൻ കൂടെ കളിക്കുന്ന കുട്ടികളെ നുള്ളി നോവിച്ചു. കുട്ടികളുടെ സ്വഭാവമാണത്. അത് ഈ സ്വഭാവം വെച്ചുകൊണ്ടിട്ടാണ് പരാതി പറയുന്നത്. അത് പരാതിയായി യശോദയുടെ അടുത്തെത്തിയപ്പോൾ യശോദ കൃഷ്ണനെ പീലി കൊണ്ട് തല്ലി. അല്ലേ, മറ്റുള്ളൊരു എന്താ പറയുക, ആക്ഷേപങ്ങൾ വന്ന അമ്മമാരോടോ അച്ഛന്മാരോടോ പറയുമ്പോൾ വേഗം ദേഷ്യം വരില്ല. ഞങ്ങളെപ്പോലുള്ളവർക്ക്, പ്രത്യേകിച്ച് എന്നെ പോലുള്ളവർക്ക് വേഗം ദേഷ്യം വരും. അപ്പോൾ ഇവിടെ യശോദയും ആ കുട്ടികളെ സമാധാനിപ്പിക്കാൻ വേണ്ടി ഒരു പീലി എടുത്ത്, പീലി എന്ന മയിൽപ്പീലി അറിയാലോ, ആ മയിൽപ്പീലി കൊണ്ട് തല്ലി അത്ര വേദനിക്കൊന്നും നിങ്ങൾക്കറിയാം. അപ്പോൾ ഒരടി കൊടുത്തു, മറ്റുള്ള കുട്ടികൾക്ക് സന്തോഷമായിട്ട് വെച്ചിട്ട്. അതിനെന്ത് ചെയ്തു? പിണങ്ങിപ്പോയിരുന്നു. പിന്നെ ഉണ്ണാൻ വിളിച്ചിട്ട് വന്നില്ല.
അപ്പോൾ പ്രായശ്ചിത്തമായി ഇനി കണ്ണനെ എങ്ങനെയെങ്കിലും ഇണക്കി കൊണ്ടുവരണമല്ലോ. അപ്പോൾ യശോദ മാർഗം ചെയ്യുന്ന എന്താണ്? പ്രായശ്ചിത്തമായി യശോദ ഒരു ചേല കൃഷ്ണന് സമ്മാനിച്ചു. അതോടുകൂടി എന്തായി? പരിഭവം മാറി കൃഷ്ണൻ യശോദയുടെ അടുത്ത് ചെന്ന്. സംഭവം ഇതാണ്. കുട്ടികളെ നുള്ളിന്ന് പറഞ്ഞു. അത് വന്ന് യശോദയുടെ അടുത്ത് കംപ്ലൈൻറ്റ് വന്നപ്പോൾ യശോദ പീലി കൊണ്ടൊരു തല്ല് കൊടുത്തു. പീലി കൊണ്ടൊരു തല്ല് കൊടുത്തപ്പോൾ എന്തായി? കണ്ണം പിണങ്ങി ഒരു ഭാഗത്ത് പോയിരുന്നു. ചോറുണ്ണാനൊന്നും വന്നില്ല. ഉടനെ യശോദ പോയി വിളിക്കുന്നു. അപ്പോൾ പണക്കാണെന്ന് മനസ്സിലായാലും നല്ലൊരു ചേലയൊക്കെ, ചേല എന്ന് പറഞ്ഞാൽ വസ്ത്രം, അവന് കൊടുക്കത്തക്ക ഒരു വസ്ത്രം എടുത്തുകൊണ്ടെന്ന് സമ്മാനമായി കൊടുത്തു. അതോടുകൂടെ കൃഷ്ണൻ്റെ പിണക്കൊക്കെ മാറി അമ്മയുടെ അടുത്ത് വരെ കളിക്കുകയൊക്കെ ചെയ്തു. ഇനി അടുത്തത് പ്രാചീന കവിത്രയങ്ങൾ ആരൊക്കെയാണ്? അപ്പോൾ ആധുനിക കവിത്രയങ്ങളുണ്ട്, അത് നിങ്ങൾക്ക് അറിയുമെന്ന് വിചാരിക്കുന്നു. പ്രാചീന കവിത്രയങ്ങൾ ആരൊക്കെയാണ്? കുഞ്ചൻ നമ്പ്യാർ, ചെറുശ്ശേരി, പിന്നെ ആരാണ്? എഴുത്തച്ഛൻ. 3 ആളുകളാണ് പ്രാചീന കവിത്രയങ്ങൾ എന്ന് പറയുന്നത്. ഇനി കൃഷ്ണഗാഥ കർത്താവിനെ പറ്റി ചുരുക്കി വിവരിക്കുക. ഇദ്ദേഹത്തെ പറ്റിയിട്ട് നമുക്ക് കൂടുതൽ വിവരങ്ങളൊന്നുമില്ല. പഴയ ആളുകൾ ആരും ഞങ്ങൾ ഇന്ന സ്ഥലത്ത് ജനിച്ചതാ, ഞങ്ങൾ അവിടെ വളർന്നതാ, ഇവിടെ വളർന്നതാണ്, അത്ര വിദ്യാഭ്യാസം ഉണ്ട്, ഇത്ര ഉണ്ട്, ഒന്നും പറയില്ല. ഇപ്പം കാളിദാസ കൃതികളാണെങ്കിലും മറ്റ് മഹാമഹാകാവ്യങ്ങൾ എഴുതിയവരും പിന്നെ പല വായിച്ചു കഴിഞ്ഞാൽ അവരിൽ നിന്ന് കിട്ടുന്ന സാഹചര്യത്തിൻ്റെ മറ്റുള്ള രാജാക്കന്മാരുടെ ഒക്കെ കാലങ്ങളൊക്കെ വെച്ചിട്ടാണ് അവരുടെ കാലങ്ങൾ തീരുമാനിക്കുന്നത്. ഇവിടെയും ചെറുശ്ശേരിയെ പറ്റി അത് തന്നെയാണ്. ഒരു പ്രത്യേകമായിട്ടുള്ള അറിവുകളൊന്നും കിട്ടിയിട്ടില്ല. എത്രയും അറിവുകൾ കിട്ടിയിട്ടുണ്ട്. എന്താണ്? കോലോത്തുനാട് ഭരിച്ചിരുന്ന ഉദയവർമ്മൻ കോലോത്തിരിയുടെ സദസ്യനായിരുന്നു. സദസ്യം എന്ന് പറഞ്ഞാൽ എന്താ? രാജ കൊട്ടാരത്തിലെ ഒരു അംഗം, അതായത് രാജസദസ്സിലെ ഒരു കവി ആയിരുന്നു അദ്ദേഹം. പിന്നെ എന്താണ്? കൃഷ്ണഗാഥയുടെ കർത്താവായ ചെറുശ്ശേരി 15-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്നതായി കരുതുന്നു. അപ്പോൾ 15-ാം നൂറ്റാണ്ടിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നതെന്ന് പറയുന്നു. കോലോത്തിരിയുടെ നിർദ്ദേശമനുസരിച്ചാണ് ഈ കൃതി രചിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ, രാജാവിൻ്റെ നിർദ്ദേശമനുസരിച്ചാണ് ഈ കൃതി രചിച്ചിട്ടുള്ള. കൃതി നമ്മളുടെ നാടൻ മലയാളക്കരയെ ചുറ്റിപ്പറ്റിയുള്ള ജീവിത രീതിക്ക് അനുസൃതമായിട്ടാണ് എഴുതിയിട്ടുള്ളതെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇത് മാത്രമല്ല പരീക്ഷയ്ക്ക് വരിക. നിങ്ങൾ പുസ്തകം വായിക്കണം. ക്വസ്റ്റ്യൻസ് വീണ്ടും അതിന് ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് വരാനുള്ളതുണ്ട്. അതൊരു കഥയായ കാരണം നമുക്ക് 1-2 പ്രാവശ്യം വായിച്ചാൽ കിട്ടാവുന്നതേ ഉള്ളൂ അതിൽ കേട്ടോ. ഇനി രണ്ടാമത്തത്, ഇന്ന് നമുക്ക് 5 പാഠങ്ങളാണ് ഇവിടെ എടുക്കേണ്ടത്. രണ്ടാമത്തെ പാഠാണ് എന്താണ്? തുള്ളൽ. തുള്ളൽ കഥയെപ്പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? കാര്യങ്ങൾ, സാമൂഹികമായിട്ടുള്ള പ്രശ്നങ്ങളെ കവിതയിലൂടെ സമൂഹത്തിന് വ്യക്തമാക്കി കൊടുക്കുക എന്നുള്ള ഇതാണ്. അതായത് ഓട്ടം തുള്ളലിലൂടെയാണ് വ്യക്തമാക്കി കൊടുക്കുന്നത്. ആരും അത് നോക്കിയിരുന്നു പോകും. അങ്ങനത്തെ ഒരു എന്താണ് രചനയാണ് ഓട്ടം തുള്ളൽ എന്ന് പറയുന്നത്. ഇവിടെ ഇപ്പോൾ കാലനില്ലാത്ത കാലം. കാലം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ അറിയും, നമ്മളുടെ ജീവൻ കൊണ്ടുപോകുന്ന ഒരു ദേവനെയായിട്ടാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ നമ്മൾ ഇപ്പോൾ ഒരാൾ മരിച്ചു പോയാൽ നമ്മുടെ കുടുംബത്തിലൊക്കെ ആരും മരിച്ചു കഴിഞ്ഞാൽ ഭയങ്കര സങ്കടമായിരിക്കും. ഇപ്പം നോക്കൂ, അങ്ങനെ മരണമില്ലാത്ത ഒരവസ്ഥയാണ് ഇവിടെ പറയുന്നത്. അതിൻ്റെ ഗതികേട് അപ്പോഴേ നമുക്ക് മനസ്സിലാവും. മരിക്കേണ്ടപ്പം മരിക്കന്നെ വേണം, അല്ലെങ്കിൽ ഇങ്ങനത്തെ അവസ്ഥ വരും ഭൂമിയിൽ എന്നാണ് കവി പറയുന്നത്. അതിലെ കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് കേട്ടോ പറയുന്നത്. ഭൂമിയിൽ മരണമില്ലാത്ത അവസ്ഥ ഉണ്ടായത് എങ്ങനെ? അപ്പം കാലം ഇങ്ങോട്ട് ഭൂമിയിലേക്ക് വരാതെ ആയത് എന്തുകൊണ്ട് എന്നാണ് അതിനർത്ഥം. എന്താണ്? യമരാജൻ, അതായത് കാലം എന്ന് പറയുന്ന ആൾ, അല്ലെങ്കിൽ ഇത് നമ്മളുടെ ജീവൻ കൊണ്ടുപോകുന്ന ദേവൻ, അദ്ദേഹവും കിങ്കരന്മാരും അദ്ദേഹത്തിൻ്റെ അനുയായികളും കൂടി ഒരു യാഗം അങ്ങോട്ട് തുടങ്ങി. അതോടുകൂടി എന്തായി? ഭൂമിയിൽ മരണമില്ലാത്ത അവസ്ഥയായി. അദ്ദേഹം വന്നെങ്കിലല്ലേ ഭൂമിയിലെ ആളുകളുടെ ജീവൻ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പം യമൻ ഇങ്ങോട്ടേക്ക് ഭൂമിയിലേക്ക് വരാതായി, ഭൂമിയിൽ മരണമില്ലാതായി. അതിനെ ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് ആ കവിതയിലുണ്ട്, വായിച്ചു നോക്കട്ടോ. ഇനി അടുത്തത്, കാലനില്ലാത്ത കാലം വിവിധ തൊഴിൽ ചെയ്യുന്നവരെ എങ്ങനെയാണ് ബാധിച്ചത്? അതിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒരുപാട് ജോലിക്കാരെ അവരുടെ അവസ്ഥയെ പറ്റിയും പറയുന്നുണ്ട്. ഇവിടെയും കുറേയൊക്കെ ഞാൻ പറയുന്നുണ്ട്. ബാക്കി നിങ്ങളൊക്കെ നോക്കി മനസ്സിലാക്കണം കേട്ടോ. എന്തൊക്കെയാണെന്ന് നോക്കൂ. ഗണിതക്കാരെന്ന് പറഞ്ഞാൽ ഇന്നത്തെ നിങ്ങളുടെ ഭാഷയിൽ പറയുന്ന മാത്സ് അല്ല കേട്ടോ, അത് ജ്യോതിഷമാണ്. ഗണിതം എന്ന് പറഞ്ഞാൽ ജ്യോതിഷമാണ്. ആ ജ്യോതിഷക്കാരൻ എന്താ ചെയ്യാന്ന് നിങ്ങൾക്കറിയാലോ. എന്താ ചെയ്യൽ? നമ്മളുടെ ഭാവിയെ പറ്റി പറയില്ലേ?
4 മാസം കഴിഞ്ഞാൽ കണ്ടകശനിയാണ്, 6 മാസം കഴിഞ്ഞാൽ വ്യാഴദശ വരും, 8 മാസം വന്നാൽ ഗുളികം വരും എന്നൊക്കെ പറഞ്ഞുള്ള ഓരോരോ കാര്യങ്ങൾ നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. ചിലപ്പോൾ നമ്മളെ സന്തോഷിപ്പിക്കും, ചിലപ്പോൾ നമ്മളെ സങ്കടപ്പെടുത്തുകയും ചെയ്യും. അങ്ങനെയുള്ള കണക്ക് കൂട്ടി ജ്യോതിഷം സത്യത്തിലൊരു യഥാർത്ഥ കണക്ക് തന്നെയാണത്. അത് ഗണിച്ച് ശരിയായി പറയത്തക്ക ഗണിത, അതായത് ജ്യോത്സ്യന്മാർ പറഞ്ഞാൽ അത് കൃത്യമായിരിക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇവിടെ എന്താണ് പറയുക, ഗണിതക്കാരന് നുണ പറഞ്ഞ് ഫലിപ്പിക്കാനാവുന്നില്ല. എന്തെങ്കിലും നുണ വന്നാൽ ഒരു 6 മാസം കഴിഞ്ഞാൽ അങ്ങനെ വരും ഇങ്ങനെ വരും എന്ന് പറഞ്ഞാൽ അത് സംഭവിക്കുന്നില്ല. പിന്നെ എങ്ങനെയായാലും ഗണിച്ച് പറയുക. രണ്ടാമത്തേത്, വൈദ്യന്മാർക്ക് ചികിത്സിക്കാൻ രോഗമില്ല, മരണവുമില്ല, രോഗവുമില്ല ഭൂമിയിൽ. വിരുന്നുണ്ണൽ നിന്നു, ബ്രാഹ്മണന്മാർക്ക് യാഗമില്ല, ഊട്ടില്ല, ചോറില്ല. ബ്രാഹ്മണരൊക്കെ ഓരോ സ്ഥലത്ത് പോയി പൂജാതി കർമ്മങ്ങളൊക്കെ ചെയ്താൽ സുഭിക്ഷമായിട്ട് അവിടെ നിന്ന് ഭക്ഷണം കിട്ടും. പിന്നെ കാല് കഴിച്ചു കൂട്ടുക എന്ന് പറഞ്ഞൊരു സമ്പ്രദായമുണ്ട്. എന്തെങ്കിലും ദോഷം ഉണ്ടോ ഉടനെ പണിക്കന്മാർ അല്ലെങ്കിൽ ജ്യോത്സ്യന്മാരെന്ത് പറയും, ഒരു 5 ബ്രാഹ്മണരുടെ കാല് കഴിച്ചു കൂട്ടിച്ചോളൂ, എല്ലാം പശുദാനം ചെയ്തോളൂ, എല്ലാം മാറുന്നു പറയും. നമ്മളത് കേട്ട ഉടനെ നമ്മളുടെ രോഗത്തിന് അല്ലെങ്കിൽ കഷ്ടപ്പാടിന് പരിഹാരം വരട്ടെ വിചാരിച്ച് അത് ചെയ്യും. അതാണ് ഇവിടെ പറയുന്നത്, ബ്രാഹ്മണന്മാർക്ക് യാഗമില്ല, പിന്നെന്തില്ല, ഊട്ടില്ല, ഒന്നുമില്ലാത്ത ഒരവസ്ഥ. അതായത് ഊട്ടിന് ചോറ് വേണ്ടേ, ചോറ് വെക്കാൻ അരി വേണ്ട, അതൊന്നും ഇല്ലാത്ത അവസ്ഥയെ. ഇനി ആട്ടക്കാരും പാട്ടുകാരും ആടാനും പാടാനും ഇല്ലാത്തത് കൊണ്ട് പട്ടിണി. ആട്ടക്കാർ ഇപ്പോൾ ഓട്ടം തുള്ളലൊരു തരം ആട്ടമാണ്. പിന്നെ അതുകൂടാതെ വേറെ എന്തൊക്കെയോ ആട്ടങ്ങളൊക്കെ പറയുന്നുണ്ട്. അത് അങ്ങനെയുള്ളതൊന്നും നടക്കില്ല. അപ്പോൾ രാജ്യസഭകൾ കൂടിയെങ്കിലാണ് ഇവർക്കൊക്കെ രാജ്യസഭയിൽ പോയിട്ടാണ് ഇവർ ആടെയും പാടുകയൊക്കെ ചെയ്യുക. അതിനുള്ള വഴികളൊന്നും ഇന്നില്ല. അതുകൊണ്ട് അവരൊക്കെ പട്ടിണിയിൽ ഒരു മൂലയിലിരിക്കുകയാണ്. ഇനി യക്ഷി, കുക്ഷി, ബ്രഹ്മരാക്ഷസ്, പീഡകളില്ല. പണ്ട് കാലത്ത്, നിങ്ങളുടെ കാലത്തൊന്നും ഇപ്പം ഇല്ല. പിന്നെ ആണെന്നുവെച്ചാൽ ഇപ്പം അതിനെന്താ ഒരു മറുപടി പറയുന്നത്, ഈ കരണ്ടുകൾ പാസ് ചെയ്യുന്നതിനുണ്ട് യക്ഷികളും പ്രേതഭൂതാദികളൊന്നും വരില്ല എന്ന് എപ്പോഴത്തെ ഒരു വർത്താനുണ്ട്. പണ്ട് അങ്ങോട്ട് ഇരുന്നാൽ പ്രേതം കണ്ട്, ഇങ്ങോട്ട് ഇരുന്ന പ്രേതം കണ്ട്, യക്ഷിനെ കണ്ടൊക്കെ പറയും. ഇന്നിപ്പോൾ ആരും കാണുന്നില്ല കേട്ടോ. അപ്പോൾ യക്ഷികളില്ല, കുക്ഷികളില്ല, ബ്രഹ്മരാക്ഷസിൻ്റെ പീഡകളൊന്നുമില്ല, ബുദ്ധിമുട്ടുകളൊന്നുമില്ല. അതുകൊണ്ട് മന്ത്രവാദിക്കും പണിയില്ല. യക്ഷി വന്നിട്ടുണ്ടെങ്കിൽ ഉടനെ മന്ത്രവാദിനെ കൊണ്ട് അത് ഒഴിപ്പിക്കാൻ നോക്കും അല്ലേ. പ്രേതം വന്നാൽ അത് ഒഴിപ്പിക്കാൻ നോക്കും. ബ്രഹ്മരാക്ഷസ് വന്നാൽ വൈദ്യന്മാരല്ല, മന്ത്രവാദികളുമാണ്. ഇപ്പം അതൊന്നും ഇല്ലാത്തത് കൊണ്ട് അവന്മാർക്കും പണിയില്ലാതായി. പിന്നെ അതുകൊണ്ട് മന്ത്രവാദികൾക്ക് തൊഴിലില്ല. വാളെടുത്ത് തുള്ളാൻ ആരോഗ്യമില്ലാത്ത വെളിച്ചപ്പാട് കിടപ്പായി. ചോറുണ്ടെങ്കിലല്ലേ ആരോഗ്യം വരുള്ളൂ. അതില്ലാത്തത് കൊണ്ട് കിടപ്പായി. പിന്നെ ഇങ്ങനെ കാലിനില്ലാത്തത് കൊണ്ട് തൊഴിൽ ചെയ്യുന്നവർ കഷ്ടത്തിലെ. ഇതുപോലെ പല തൊഴിലുകളിലും പറഞ്ഞിട്ട് അതിൽ കുറേയൊക്കെ ടീച്ചർ പറഞ്ഞുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ അവസ്ഥ ആയതുകൊണ്ട് ഒരു ജോലി എടുക്കാൻ പറ്റാത്തൊരു തരം അവസ്ഥയായി തീർന്നു ഭൂമിയിൽ. ഇനി വേറെ എന്താണ്, കാലിനില്ലാത്ത കാലത്ത് ഭൂമിയിലെ നിയമവ്യവസ്ഥ തകിടം മറക്കപ്പെട്ടത് എങ്ങനെ? കാലനില്ലാതായതോടുകൂടി ഭൂമിയിലെ നിയമങ്ങളും എല്ലാ അന്യായങ്ങളും അനാചാരങ്ങളും എല്ലാം വിളയാടുന്ന ഭൂമിയായി കഴിഞ്ഞു. ഇവിടെ ഇപ്പം നിയമങ്ങളൊക്കെ എങ്ങനെ മാറി? രാജാക്കന്മാർ മന്ത്രിമാരോട് എങ്ങനെ പെരുമാറണം, മന്ത്രിമാർ രാജാക്കന്മാരോട് എങ്ങനെ പെരുമാറണം എന്നൊന്നും ഒരു വ്യവസ്ഥയില്ലാത്ത അവസ്ഥയെ. ഇവിടെ നോക്കുക, നാടുവാഴിക്ക് അംഗവും ചുങ്കവും കപ്പവും ഇല്ലാതായി. ഉണ്ടെങ്കിലല്ലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ചുങ്കവും കപ്പവും ഒക്കെ നീതിയൊക്കെ കൊടുക്കാൻ പറ്റുള്ളൂ. ഒന്നും നാട്ടിലില്ല. പിന്നെ എന്താ രാജാവിന് കൊടുക്കാനുള്ളത്? ഒന്നും കൊടുക്കാനുമില്ല. കള്ളന്മാരെ കൊല്ലാതാവാതായി. കള്ളന്മാർ വന്ന് കള്ളന്മാരെ പിടിച്ചാൽ കഴുത്ത് വെട്ടിയ ചാവുമോ? ഇല്ല. അപ്പോൾ അതിനും കഴിയാത്ത അവസ്ഥയായി. കട്ട് തിന്നവർക്ക് പേടിയില്ലാതെ. കട്ട് തിന്നാലും ഇപ്പോൾ അവരെ പിടിച്ച് എങ്ങനെ കൊല്ലാൻ നോക്കിയാലും ഞെക്കിയാലും കുത്തിയാലും അവരും ചാവാൻ പോകുന്നില്ല. അതുകൊണ്ട് പേടിയില്ലാതെ അവർ കട്ടുണ്ടാൻ തുടങ്ങി. പകൽ പോലും കള്ളന്മാർ നടക്കുന്നു. രാജഭണ്ഡാരം പോലും കട്ടുമുടിക്കുന്നു. പകലും നടന്ന് കൺമുന്നിൽ വെച്ചിട്ട് എടുത്തു കൊണ്ടുപോകും തന്നെ. രാജഭണ്ഡാരം മുഴുവൻ കൊത്തിപ്പൊളിച്ച് എടുത്ത് കട്ടുകൊണ്ടുപോയി കഴിഞ്ഞു. രാജ്യശിക്ഷ ഇല്ലാതായി. അതുകൊണ്ട് രാജാവിന് ശിക്ഷ കൊടുക്കാൻ പറ്റില്ല. ശിക്ഷിച്ചിട്ട് കാര്യമില്ല. അടിയല്ല, ഇപ്പോൾ കഴുത്ത് രണ്ടാക്കിയിട്ടാലും അയാൾ മരിക്കില്ല. അങ്ങനത്തെ അവസ്ഥയായി. രാജാവിന് ശിക്ഷിക്കാനും പറ്റാത്ത അവസ്ഥയായി. പേടിയില്ലാത്ത എംബ്രാന്മാർ പൂജ മുടക്കി. അതോടുകൂടി എംബ്രാന്മാർ എന്ന നമ്പൂതിരിമാർ പൂജാതി കർമ്മങ്ങളെല്ലാം മുടക്കി സ്വസ്ഥമായിട്ടിരുന്നു. പ്രജകൾക്ക് മന്ത്രിമാരെയും മന്ത്രിമാർക്ക് രാജാവിനെയും പേടിയില്ലാതായി. പ്രജകൾക്ക് മന്ത്രിമാരെ പേടിയില്ല, മന്ത്രിമാർക്ക് ആരെയും പേടിയില്ല, രാജാവിനെയും പേടിയില്ലാതെ അങ്ങനെയൊരു
നിയമമില്ലാത്തൊരു വ്യവസ്ഥയായിത്തീർന്നു നമ്മളുടെ സമൂഹത്തിൽ. ഇനി അടുത്തത്, യമനും വൈദ്യനും പ്രാണവിശ്വാസമാണെന്ന് പറയാൻ കാരണം എന്ത്? യമനും മറ്റേ വൈദ്യനും ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സാന്ന് പറയാൻ കാരണം എന്താ? യമൻ്റെ ദാക്ഷിണ്യത്തിലാണ് വൈദ്യൻ്റെ നിലനിൽപ്പ് എന്നാണ് കരുതുന്നത്. യമനുണ്ടെങ്കിൽ രോഗബാധ ഇതൊക്കെ വരുള്ളൂ, മരണം വരുള്ളൂ. അപ്പോൾ മരണമൊക്കെ വരുമ്പോഴല്ല വൈദ്യന്മാരൊക്കെ വിളിച്ചിട്ട് പണ്ട് കാലത്തെ. ഇപ്പോൾ വൈദ്യനൊന്നുമല്ല, ഡോക്ടറാണ് വരിക. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഇനി അടുത്തത്, വലിയ മത്സ്യങ്ങൾ വിഴുങ്ങുന്ന കൊച്ചു മത്സ്യങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നു പറഞ്ഞു. വന്യമൃഗങ്ങൾ, മാംസം തിന്നുന്ന മൃഗങ്ങളൊക്കെ മറ്റ് മൃഗങ്ങളെ കടിച്ചു കൊന്നാൽ ചാവില്ല. പിന്നെ എന്ത് ചെയ്യും? പച്ച ജീവനോടെ മറ്റുള്ളവയുടെ ഇറച്ചിയൊക്കെ കടിച്ച് തിന്നുകയാണെന്നൊക്കെ പറഞ്ഞു. അതുപോലെ ചെറിയൊരു ഉദാഹരണത്തിൻ്റെ ഒരു ചോദ്യമാട്ടത് എന്താണ്? വലിയ മത്സ്യങ്ങൾ ചെറിയ മത്സ്യങ്ങളെ വിഴുങ്ങില്ലേ? ചാവില്ല. അവ വായയിൽ കൂടെ പോയാൽ വേറൊരു ദ്വാരത്തിൽ കൂടെ പുറത്തേക്കും പോകാൻ തുടങ്ങി. അങ്ങനത്തെ ഒരവസ്ഥയായി നമ്മളുടെ ഭൂമിയിൽ. എന്തുകൊണ്ട്? മരണം ഇല്ലാത്തത് കൊണ്ട്. അപ്പോൾ മനസ്സിലായ? ആവശ്യത്തിന് മരണവും വേണം നമ്മളുടെ ഭൂമിയിൽ എന്നാണ് കുഞ്ചൻ നമ്പ്യാർ നമ്മളെ പഠിപ്പിക്കുന്നത്. ഇനി നമുക്ക് 5 പാഠം തീർക്കേണ്ട 2 കഴിഞ്ഞു. ഇനി അടുത്തത് നോക്കൂ. ഒരു പ്രധാനപ്പെട്ട നമ്മളുടെ ഒരു പ്രമുഖൻ എന്നല്ല, ഒരു പ്രത്യേക ആരാണ്? എഴുത്തുകാരനാണ് വൈക്കം മുഹമ്മദ് ബഷീർ. അദ്ദേഹത്തിൻ്റെ കൃതികൾക്ക് എന്താ പ്രത്യേകത? വാമൊഴിയിലാണ് അദ്ദേഹമുള്ള സാഹിത്യ രചനകളൊക്കെ നടത്തിയത്. അദ്ദേഹത്തിൻ്റെ മുന്നേ 1-2 ആളുകൾ അങ്ങനെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കാരണം പണ്ട് കാലത്തൊക്കെ സാഹിത്യ ഭാഷയിലൂടെ മാത്രമേ നോവലുകളും കഥകളൊക്കെ എഴുതാൻ പാടുള്ളൂ എന്നൊരു തരം വർത്തമാനമൊക്കെ ഉണ്ടെന്ന്. പക്ഷെ അതൊക്കെ അപ്പടിയെ മാറ്റിയെടുത്ത് നമ്മളുടെ വൈക്കം മുഹമ്മദ് ബഷീർ. ഈ കഥ വായിച്ചാൽ നിങ്ങൾക്കറിയും ആ നാടൻ ശൈലിയുടെ എത്രമാത്രം പ്രയോഗമാണ് മുഹമ്മദ് ബഷീർ ചെയ്തിട്ടുള്ളതെന്നുള്ളത്. അപ്പോൾ ഇത് 2-3-4 ക്വസ്റ്റ്യൻസ് ഇതിന്ന് നമുക്കെടുക്കാം. ഏതൊക്കെയാന്ന് നോക്കിക്കോളൂ. കുരുവിയുടെ വഴക്ക് കുഞ്ഞുപാത്തുമ്മാൻ്റെ മനസ്സിൽ എന്ത് ചിത്രമാണ് കൊണ്ടുവന്നത്? ഒരു കുരുവിയുടെ കരച്ചിൽ നിന്നുള്ള ഭാഗമാണ്. അതിന് ചെറിയൊരു ഭാഗമേ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. ഒരു കുരുവിയുടെ കരച്ചിൽ നിന്നുള്ള അധ്യായത്തിൽ നിന്ന് അതിൻ്റെ ആദ്യ ഭാഗത്തു നിന്ന് കുറച്ചാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അതേ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. അപ്പോൾ കുരുവി അല്ലാണ്ട് 2 കുരുവികൾ തമ്മിലാണ് വഴക്ക് കൂടുന്നത്. അത് കണ്ടപ്പോൾ നമ്മളുടെ കുഞ്ഞുപാത്തുമ്മാൻ്റെ മനസ്സിൽ എന്ത് ചിത്രമാണ് കടന്നു വന്നത്? ഇത് കണ്ട് തല്ലുകൂടണ കേട്ടപ്പോൾ അല്ലേ? നമ്മളെല്ലാം ഉണ്ടാവില്ലേ? തല്ലുകൂടലും ഇണങ്ങലും ഒക്കെ ഉണ്ടാവലുണ്ട്. ഇവിടെ നോക്കൂ. കുരുവികൾ കൊത്തുകൂടുന്നത് കണ്ടപ്പോഴേ ഇത് ഭാര്യ ഭർത്താക്കന്മാരുടെ വഴക്കാണോ എന്ന് കുഞ്ഞുപാത്തുമ്മയ്ക്ക് സംശയം തോന്നി. 2 കുരുവികൾ തമ്മിൽ തല്ലുകൂടുക, കൊത്തും പിടിയും കൂടണം. അത് കണ്ടപ്പോൾ അവൾക്ക് തോന്നി അത് ഭാര്യയും ഭർത്താവും ആയിരിക്കുന്നു അല്ലേ? ഭാര്യയും ഭർത്താക്കന്മാരും തമ്മിൽ തല്ലുകൂടണം കണ്ടിരിക്കണം നിങ്ങളാരെങ്കിലും? നിങ്ങളെ ഭാര്യയും ഭർത്താക്കന്മാരുള്ളവരാണോ എങ്കിൽ നിങ്ങൾക്കും മനസ്സിലാക്കാം. ഭാര്യയും ഭർത്താവും ഉണ്ടെങ്കിൽ അവിടെ എന്തുണ്ടായിരിക്കും? ഇണക്കമണക്കൊക്കെ ഉണ്ടാവില്ലേ? അതുപോലെ തന്നെ അവളുടെ വീട്ടിൽ, ഇവിടെ പറയണ്ട, അവളുടെ വീട്ടിൽ ഉപ്പയുമ്മയായിട്ട് എപ്പോഴും വഴക്ക് കൂടണം അവൾക്കറിയാം. അപ്പോൾ അവൾ ഈ കുരുവികളെ കണ്ടപ്പോൾ എന്താ പറയണത്? അതും ഭാര്യയും ഭർത്താവും തന്നെ, എൻ്റെ ഉമ്മാനെ പോലെ ഉപ്പാനെ പോലെ ഉള്ളതായിരിക്കും എന്ന് അവൾക്ക് തോന്നുക ചെയ്യുന്നത്. ഭാര്യയുടെ വഴക്കാണോ എന്ന് കുഞ്ഞുപാത്തുമ്മയ്ക്ക് സംശയം തോന്നി. കാരണം അവൾ സ്വന്തം വീട്ടിൽ സ്ഥിരമായി മാതാപിതാക്കളുടെ വഴക്ക് കാണുന്നതാണ്. പറഞ്ഞില്ലേ ടീച്ചർ? മുട്ടയിടാറായ ഒരു പെൺകുരുവിയാണ് തൻ്റെ കയ്യിലിരിക്കുന്നതെന്ന് മനസ്സിലായപ്പോൾ ആ കുരുവിയെ എടുത്ത് അവൾ നോക്കുന്നുണ്ട്. അതിൻ്റെ വയറ് കണ്ടപ്പോൾ അവൾക്ക് മനസ്സിലായി അത് മുട്ടയിടാനായ കുരുവിയാണെന്നുള്ളത്. അത് കണ്ടപ്പോൾ അവൾ അറിയാതെ വന്ന റബ്ബെ കെട്ടിയോളാണ്. അത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ? അത് അവൾ അറിയാതെ പറഞ്ഞു പോകുന്നതാണ്. അവൾ ആദ്യം പറഞ്ഞു ഭാര്യയും ഭർത്താവും ആയിരിക്കും അടി കൂടുന്നതെന്നുള്ളത്. എടുത്തു നോക്കിയപ്പോൾ അതാണ് കണ്ടത്. ഇനി അടുത്തത്, മരം കൊത്തിയുടെ ചിലക്കലിന് കുഞ്ഞുപാത്തുമ്മക്ക് ലഭിച്ച അർത്ഥമെന്ത്? അപ്പോൾ അവൾ ഇതിനെ എടുക്കാൻ ചെന്നപ്പോൾ ഒരു മരത്തിലിരുന്നൊരു മരം കൊത്തി ചലയ്ക്കുന്ന കേട്ടോ. അപ്പോൾ അതെന്താ അർത്ഥത്തിലാണെന്ന് അവൾക്ക് തോന്നുകയാണ്. എന്താണ്? പക്ഷികളുടെ കാര്യത്തിൽ പക്ഷികളല്ലാത്തവർ ഇടപെടുന്നത് ശരിയല്ല എന്ന ഉപദേശം. അപ്പോൾ ഇവൾ ചെന്ന് ആ കുരുവിക്കുട്ടീനെ എടുക്കുന്ന കയ്യിലെടുത്ത് നോക്കുമ്പോൾ ആ മരം കൊത്തി ചലച്ചതാണ്. അപ്പോഴെന്ത് പറയണു? പക്ഷികൾ തമ്മിലുള്ളതിൽ എന്തിനാ നിങ്ങൾ മനുഷ്യന്മാർ ഇടപെടണു എന്നുള്ള ഉപദേശമാണ് ആ കിളി പറഞ്ഞതെന്നാണ് അവൾ പറയുന്നത്. ഇനി അടുത്തത്, അവൾ മുഖം കുനിച്ചു നിന്നു, നിലത്ത് നോക്കി കൊണ്ടു നിന്നു. കുഞ്ഞുപാത്തുമ്മയ്ക്ക് ഇത്തരമൊരു ഭാവവ്യത്യാസം ഉണ്ടായത് എന്തുകൊണ്ട്? അവൾ പെട്ടെന്ന് തലയും കുനിച്ച് നിന്ന് നിലത്തേക്ക് നോക്കിക്കൊണ്ട് നിന്നു. ആ ഭാവം അവൾക്ക് എപ്പോഴാണ് വന്നത്? കഥ വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും.
കുരുവിയെ രക്ഷപ്പെടുത്തി തോട്ടിൽ നിന്നും കരയ്ക്ക് കയറുവാൻ ശ്രമിക്കുമ്പോൾ കുഞ്ഞു പാത്തുമ്മ അപരിചിതനായ ഒരു ചെറുപ്പക്കാരൻ്റെ ശബ്ദം കേട്ടു. അപ്പോൾ ഈ കുരുവി വീഴുന്നത് അവൾ കാണുന്നു. തോട്ടിലിറങ്ങി അവൾ കുരുവിയെ എടുക്കുന്നു. എന്നിട്ട് ആ കുരുവിയെ എടുത്തുകൊണ്ട് കയറാൻ ശ്രമിച്ചു നിൽക്കുമ്പോഴാണ് പെട്ടെന്നൊരു അപരിചിതൻ്റെ ശബ്ദം അവൾ കേൾക്കുന്നത്. എന്താണ്? അപരിചിതനായ ഒരു ചെറുപ്പക്കാരൻ്റെ ശബ്ദം കേട്ടു. കുരുവിക്ക് ജീവനുണ്ടോ എന്ന് അയാൾ അവളോട് ചോദിച്ചു. എന്താ ചോദിച്ചത്? കുരുവിക്ക് ജീവനുണ്ടോ എന്നാണ് ആ ശബ്ദമാണ് അവൾ കേട്ടത്. ചോദിച്ചു. ഈ സന്ദർഭത്തിലാണ് അവൾ കുഞ്ഞു പാത്തുമ്മ മുഖം കുനിച്ച് നിലത്ത് നോക്കി കൊണ്ട് നിന്നത്. അതായത് അപരിചിതനായ ഒരു വ്യക്തി മുന്നിൽ വന്നപ്പോഴേ അവൾക്ക് എന്തോ ഒരു ലജ്ജ തോന്നിക്കാണും. അതുകൊണ്ടായിരിക്കും അവൾ പെട്ടെന്ന് മുഖം കുനിച്ച് കളഞ്ഞത്. ഇനി കുഞ്ഞു പാത്തുമ്മ പുകഞ്ഞ് ഇല്ലാതായി പോയതെപ്പോൾ? അവൾ ആ കൂടെ ഒരു വല്ലാത്ത അവസ്ഥയല്ലേ. അതെപ്പോഴാണ്? കെട്ടിക്കാൻ പ്രായം കഴിഞ്ഞിരിക്കുന്ന ഒരു മുസ്ലിം പെണ്ണായ താൻ, മുസ്ലിം പെൺകുട്ടികൾ കെട്ടിക്കാൻ പ്രായമായ ഇതെന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള ഒരു പെൺകുട്ടി എന്താണ് പറയുന്നത്? ഒരു മുസ്ലിം പെണ്ണായ താൻ കണ്ടിട്ടും കേട്ടിട്ടുമില്ലാത്ത ഒരാൺ പിറന്നവനോട് വർത്തമാനം പറഞ്ഞതോർത്തപ്പോൾ അവൾ പുകഞ്ഞു നിന്നുപോയി. അക്കാലത്തൊന്നും പെൺകുട്ടികൾ പുറത്തിറങ്ങാൻ പാടില്ല, ആളുകളോട് സംസാരിക്കാൻ പാടില്ല, പ്രത്യേകിച്ചും കല്യാണപ്രായം എത്തിയ കുട്ടികളെന്ന് പറയുന്നത്. അങ്ങനെ ഞാനിപ്പോൾ എന്താ ചെയ്തത്? ഒരു പരിചയമില്ലാത്ത, ഇതുവരെ കാണുപോലും ചെയ്യാത്ത ഒരു വ്യക്തിയായിട്ടല്ലേ ഞാൻ സംസാരിച്ചത് എന്നാലോചിച്ചപ്പോൾ അവൾ ആകെ കൂടെ വെപ്രാളപ്പെട്ടു പോയി എന്ന് പറഞ്ഞാൽ അതാണ് ആ പുകഞ്ഞു നിന്നുപോയി എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ട്ടോ. പിന്നെ അടുത്തത്, നീ കാരണം കയ്യെല്ലാം കീറിപ്പോയി. ആരാണ് അതിന് കാരണക്കാരൻ? നീ കാരണം കയ്യെല്ലാം കീറിപ്പോയി എന്ന് പറയുന്നു. ആര് കാരണം അവളുടെ കയ്യൊക്കെ കീറിയത്? ആരാണ്? കുരുവി കാരണം അല്ലേ. പരസ്പരം വഴക്ക് കൂടിയപ്പോൾ തോട്ടിലേക്ക് വീണുപോയ പെൺകുരുവിയാണ് കാരണം. ആ കുരുവിനെ എടുക്കാൻ ചെന്നപ്പോഴല്ലേ മുള്ളൊക്കെ കൊണ്ട് കയ്യൊക്കെ കീറി എന്ന് പറയുന്നത്. അപ്പോൾ ഈ മൂന്നാമത്തെ നമ്മുടെ പാഠവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളൊക്കെയാണ് കേട്ടോ പറയുന്നത്. ഇത് മാത്രം നല്ല ടീച്ചർ ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. ബാക്കി പാഠങ്ങളെല്ലാം വായിച്ച് നിങ്ങൾ ശ്രദ്ധിക്കണം. ബാക്കി എന്ത് സംശയ കാര്യങ്ങളുണ്ടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സഹായം കിട്ടും ഞങ്ങളിൽ നിന്ന്. എന്നാലും നിങ്ങളും കൂടെ പഠിക്കണം. പഠിക്കാതെ വെറും മാർക്ക് മേടിക്കാമെന്നൊന്നും കരുതല്ലേ. ഇനി അടുത്ത നാലാമത്തെ മനുഷ്യപുത്രി, അത് ലളിതാംബിക അന്തർജനത്തിൻ്റേതാണ്. ലളിതാംബിക അന്തർജനം ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ചതാണ്. അന്നത്തെ സമൂഹത്തിൽ നിന്ന് മാറ്റം വരുത്തുവാൻ അവർ ഒരുപാട് രചനകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. സാഹിത്യമായാലും ശരി, കവിതയായാലും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ചും അപ്പോൾ ഈ മുസ്ലിം പെൺകുട്ടിയെന്ന് ഞാൻ കഴിഞ്ഞ വാർത്ത പറഞ്ഞില്ലേ, അതേപോലെ തന്നെയായിരുന്നു നമ്പൂതിരി കുടുംബത്തിൽ പെൺകുട്ടികൾക്ക് പുറത്തിറങ്ങാൻ പാടില്ല. പ്രത്യേകിച്ചും ഭർത്താക്കന്മാർ മരിച്ചുപോയ വിധവകൾ അടുക്കളയിൽ നിന്ന് പുറത്തിറങ്ങാൻ പാടില്ലാത്ത അവസ്ഥ. ഒന്നും ഉമ്മർത്തറ്റ ആണുങ്ങളൊക്കെ എണീറ്റ് വരുമ്പോൾ ഉമ്മർത്തറ്റ കണ്ടുപോയ അയ്യോ അശ്രീകരം ഉമ്മർത്ത് വന്നിരിക്കുകയാണോ അങ്ങനെ എന്നൊക്കെ പറയും. കാരണം മംഗല്യം ഇല്ലാത്തവരെ കാണരുത് എന്നൊരു വിശ്വാസം പണ്ടത്തെ ആളുകൾക്കുണ്ടായിരുന്നു. ഒരു കല്യാണമൊക്കെ നടക്കുകയാണെന്ന് വെച്ചാൽ അങ്ങനെയുള്ള പെണ്ണുങ്ങൾ പുറത്തേക്ക് വരില്ല, ഒക്കെ ഉള്ളിൽ ഒതുങ്ങിക്കൂടിയിരിക്കണം. അതിൽ നിന്നൊക്കെ മോചനം വരുത്തിയത് നമ്മളുടെ ലളിതാംബിക അന്തർജനങ്ങളുടെ കൃതിയിൽ കൂടെയാണ്, രചനകളിൽ കൂടിയാണ് എന്നും കൂടി നമ്മൾ ഓർക്കുക. അപ്പോൾ ഇവിടെ ഒരു മനുഷ്യപുത്രി എന്നാണ്, എന്താ ദേവപുത്രൻ എന്ന് കേട്ടിരിക്കുന്നില്ല, ഇവിടെ മനുഷ്യപുത്രിയാണ്. അപ്പോൾ അങ്ങനെയുള്ളതാണ്. എന്താണ്, ഒരു പൊതുപ്രവർത്തകൻ്റെ കഥയിലൂടെയാണ് പൊതുപ്രവർത്തകനെ കാണാൻ ചെല്ലുന്ന ഒരു സന്ദർഭത്തിലാണ് ഇത് തുടങ്ങുന്നത്. ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഗോവിന്ദൻകുട്ടി സ്വന്തം ജീവിതത്തെ എങ്ങനെ വിലയിരുത്തുന്നു? പൊതുപ്രവർത്തകൻ, നിങ്ങൾ മന്ത്രിമാരെയും പഞ്ചായത്ത് മെമ്പർമാരെയും വാർഡ് മെമ്പർമാരെയും ഒക്കെ കണ്ടാണ്, ഇവരൊക്കെ പൊതുപ്രവർത്തകനാണ്. അപ്പോൾ അവരുടെ സ്വഭാവം എന്തായിരിക്കും? അങ്ങനെയുള്ളൊരു വ്യക്തിയാണ് നമ്മുടെ ഗോവിന്ദൻകുട്ടി. അപ്പോൾ അവർ ആ ജീവിതത്തെ എങ്ങനെ വിലയിരുത്തുന്നു എന്നാണ് ചോദിക്കുന്നത്. വിശ്രമമില്ലാത്ത ജീവിതമാണ് താൻ ഇപ്പോൾ നയിക്കുന്നതെന്ന് ഗോവിന്ദൻകുട്ടി തിരിച്ചറിയുന്നു. ഈ വലിയ വലിയ മന്ത്രിമാർക്ക് പിന്നെയും സ്വസ്ഥത ഉണ്ടാവും. MLA-മാർക്ക് മുതൽ ഇങ്ങോട്ട് തുടങ്ങി എന്താണ്, നാട് മുഴുവൻ നടക്കണം, നാട്ടുകാരെ കാണണം, ഞാൻ ഒന്നില്ല, ഒരിക്കലും അവർക്കൊരു സ്വസ്ഥത ഉണ്ടാവില്ല ജീവിതത്തിൽ. പണം കിട്ടിട്ട് ഇഷ്ടംപോലെ, അത് വേറെ കാര്യം. അപ്പോൾ ജീവിതത്തിന് ഒരു സ്വസ്ഥതയുമില്ല, വിശ്രമവുമില്ലാത്ത ജീവിതമാണ് തൻ്റേതെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് ഗോവിന്ദൻകുട്ടി.
പിന്നെ സ്വന്തം കുഞ്ഞിനെ ഒന്ന് താലോലിക്കുവാൻ അയാൾക്ക് സമയം കിട്ടുന്നില്ല, അത്ര വരെ. അപ്പം തന്നെ നോക്കുവായിരുന്നു, ഒരു അവനവൻ്റെ കുട്ടികളെ അടുത്തൊന്ന് ഒരു ഇത്തിരി നേരം അതുങ്ങളെ കൊഞ്ചിക്കാൻ പോലുള്ള സമയം ഗോവിന്ദൻകുട്ടിക്ക് കിട്ടുന്നില്ല. ആഹാരം, ഉറക്കം, വിശ്രമം ഇതൊന്നും ഇല്ല. അതെപ്പോഴാണെന്നാണ് പറയണത്? എന്താണ്? ആഹാരം, വിശ്രമം, ഉറക്കം എപ്പോഴെങ്കിൽ അപ്പോൾ എന്ന രീതിയിലാണ്. അതായത് ആഹാരം ചിലപ്പോൾ വൈകുന്നേരം ആയിരിക്കും കിട്ടുക, അപ്പോൾ ആ വൈകുന്നേരം ഉച്ചത്തെ ഭക്ഷണം വൈകുന്നേരം കഴിക്കുക. ഉറങ്ങാൻ ചിലപ്പോൾ 1 മണി 2 മണിയായി എന്ന് വരും രാത്രി, അപ്പോഴുറങ്ങും. എപ്പോഴെങ്കിൽ അപ്പോൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതാണ് കേട്ടോ. ഒരു കൃത്യസമയത്തില്ല. നമുക്ക് രാവിലെ കഴിക്കേണ്ട രാവിലെ കഴിക്കണം, ഉച്ചയ്ക്ക് കഴിക്കേണ്ട ഉച്ചയ്ക്ക് കഴിക്കണം, രാത്രി കഴിക്കേണ്ട അതേ സമയം. പക്ഷേ നമ്മളുടെ ഗോവിന്ദൻകുട്ടിക്ക് അതില്ല. എപ്പോഴാണ് കിട്ടണമെന്ന് വെച്ചാൽ അപ്പോൾ കഴിക്കുക എന്നുള്ള ഒരു മാതിരിയാണ്. ഇത് ഒരു പൊതു നേതാവിൻ്റെ ജീവിതമാണെന്നും ആ സുഖവും സൗകര്യവും അനുഭവിക്കണമെങ്കിൽ ഇത്തരം ചില അസൗകര്യങ്ങൾ സഹിച്ചേ തീരൂ. അപ്പോൾ ഇത്, അതായത് ഗോവിന്ദൻകുട്ടി ഒരു പൊതുപ്രവർത്തകനാണ്. ഒരു പൊതുപ്രവർത്തകൻ്റെ അവസ്ഥ ഇതാണ്. ആ പൊതുപ്രവർത്തകൻ്റെ സുഖവും ഇത് അനുഭവിക്കണമെങ്കിൽ ഇതൊക്കെ അനുഭവിച്ചേ പറ്റുള്ളൂ എന്ന് ഗോവിന്ദൻകുട്ടിക്ക് അറിയാം എന്നാണ് ഗോവിന്ദൻകുട്ടി. അപ്പം അതുകൊണ്ട് ഈ അസൗകര്യങ്ങൾ സഹിച്ചേ പറ്റുള്ളൂ എന്നവന് തീർച്ചയായിട്ടും അറിയാം. ഇനി അടുത്തതായി ക്രൂശിതയായ മനുഷ്യപുത്രി എന്ന് ഗോവിന്ദൻകുട്ടി കുഞ്ഞാത്തല അമ്മയെ വിശേഷിപ്പിക്കുന്നതിൻ്റെ ഔചിത്യമുണ്ട്. എന്താണ്? ക്രൂശിതയായ പുത്രി. ദാനധർമ്മങ്ങൾ ജീവിതചര്യയായി സ്വീകരിച്ചവളായിരുന്നു കുഞ്ഞാത്തലമ്മ. അത് ആ കഥ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കുട്ടിക്കാലത്ത് നമ്മളുടെ ഗോവിന്ദൻകുട്ടിയെ എങ്ങനെയൊക്കെയാണ്, ഗോവിന്ദൻകുട്ടിയെ മാത്രമല്ല ആ നാട്ടിലുള്ള എല്ലാവർക്കും ഭക്ഷണം കൊടുത്തിട്ട് ആ സ്ത്രീ കഴിക്കാറുള്ളൂ. അങ്ങനെ ദാനധർമ്മം ചെയ്ത് ജീവിച്ചൊരു സ്ത്രീ, അന്നപൂർണേശ്വരിയായിട്ടായിരുന്നു ഗോവിന്ദൻകുട്ടി അവരെ കണ്ടിരുന്നത്. കുട്ടിക്കാലത്ത് കുഞ്ഞാത്തലമ്മയെ അന്നപൂർണേശ്വരി പറഞ്ഞാൽ നമ്മൾക്ക് അന്നം തരുന്നതിൻ്റെ ദേവതയാണ് അന്നപൂർണേശ്വരി പറയുന്നത്. അങ്ങനെയുള്ളൊരു ദേവതയായിട്ടാണ് ഗോവിന്ദൻകുട്ടി നമ്മളുടെ കുഞ്ഞാത്തലമ്മയെ കണ്ടിരുന്നത്. നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുവാൻ പറഞ്ഞ യേശുദേവന് തുല്യമാണ്. അപ്പോൾ കുഞ്ഞാത്തലമ്മയെ ആരോടാണ് ഉപമിക്കുന്നത്? തന്നെപ്പോലെ തൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന് യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ട്. ആ യേശുക്രിസ്തുവിനോടാണ് ആരുപമിക്കുന്നത്? കുഞ്ഞാത്തലമ്മയെ ഉപമിക്കുന്നത്. കാരണം എന്താണ്? അതിനെ തുലന ചെയ്യാൻ കാരണം എന്താണ്? കുഞ്ഞാത്തലമ്മയെ അയൽപക്കത്തുള്ള എല്ലാ ആളുകളും, അന്നൊക്കെ ഈ വലിയ ഇങ്ങനെയുള്ള നമ്പൂതിരി കുടുംബത്തിലല്ല പഴയ വലിയ തറവാടുകളിലൊക്കെ, നായർ തറവാടുകളിലോ നാടുവാഴി തറവാടുകളിലൊക്കെ എന്തുണ്ടായിരിക്കും? രാത്രി വരുന്നവർക്കൊക്കെ ഭക്ഷണം കൊടുക്കും, ഉച്ചയ്ക്കാണെങ്കിലും ഭക്ഷണം കൊടുക്കും. പിന്നെ രാത്രി കാലങ്ങളിൽ പുറത്ത് വന്നിന്ന് ആ വീട്ടിലെ ആളുകൾ വിളിച്ചു ചോദിക്കും, ആരെങ്കിലും ഇനി ഭക്ഷണം കഴിക്കാത്തവരുണ്ടോയെന്ന്. അങ്ങനെ ആരെങ്കിലും അത് കേട്ട് കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാത്തവരുണ്ട്, അവിടെ കയറി ചെന്ന് ഭക്ഷണം, അത്രയും നല്ല രീതിയിൽ ഭക്ഷണം കൊടുക്കുന്നവരുടെ കൂട്ടത്തിലൊരാളായിരുന്നു നമ്മളുടെ കുഞ്ഞാത്തലമ്മ. അതുകൊണ്ടാണ് അയൽവാസിയെ സ്നേഹിക്കുന്ന യേശു ക്രിസ്തുവിനോട് നമ്മളുടെ കുഞ്ഞാത്തലമ്മയെ ഗോവിന്ദൻകുട്ടി തുലന ചെയ്തത്. ഇപ്പോൾ ദേവന് തുല്യമാണ്. മനുഷ്യ സ്നേഹത്തിൻ്റെ മഹത്വം തിരിച്ചറിഞ്ഞ് അത് ജീവിതത്തിൽ പകർത്തിയ കുഞ്ഞാത്തലമ്മയും ഒരു ജനതയെ നന്മയിലേക്ക് നയിച്ചതിൻ്റെ പേരിൽ കുരിശിലേറേണ്ടി വന്ന മനുഷ്യപുത്രനായ യേശു ക്രിസ്തുവിൻ്റെയും ദാനം കൊടുത്ത് ദാരിദ്ര്യത്തെ സ്വയം വരിച്ച കുഞ്ഞാത്തലിൻ്റെയും ത്യാഗസ്മരണകളെ ഒരുമിച്ച് ചേർത്തുകൊണ്ടാണ് അവരെ ക്രൂശിതയായ മനുഷ്യപുത്രി എന്ന് ഗോവിന്ദൻകുട്ടി വിശേഷിപ്പിക്കുന്നത്. അത് വലിയൊരു സെൻറ്റൻസാണ്, നോക്കിക്കോളൂ. ഇവിടെ എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? യേശു ക്രിസ്തു എന്താണ്? നല്ല കാര്യങ്ങൾ ചെയ്തതിനാണ് ക്രൂശിക്കപ്പെട്ടത്. ഇവിടെ കുഞ്ഞാത്തലമ്മയും എന്താ പറയുക, അവസാന നിമിഷം വരെ, അവരുടെ അവസാന നിമിഷമല്ല, അവരുടെ എല്ലാം നശിക്കുന്നത് വരെയും ദാനധർമാദികൾ ചെയ്ത് ജീവിച്ച, ഒരു സമൂഹത്തെ നല്ല നിലയിലേക്ക് എത്തിക്കാൻ വേണ്ടി പ്രവർത്തിച്ച സ്ത്രീയാണ് കുഞ്ഞാത്തലമ്മ. യേശു ക്രിസ്തു അങ്ങനെ തന്നെ ഒരു സമൂഹത്തെ മൊത്തം നല്ല നിലയിലേക്ക് എത്തിക്കാൻ വേണ്ടി പരിശ്രമിച്ചതിൻ്റെ ഫലമാണ് യേശു ക്രിസ്തുവിന് എന്ത് കിട്ടുന്നത്? ക്രൂശിക്കപ്പെടുന്നത്. അപ്പോൾ ജീവിതത്തിൽ കുട്ടിക്കാലത്ത് നമ്മളുടെ ഗോവിന്ദൻകുട്ടിയെ നോക്കിയതൊക്കെ പറയുന്നുണ്ടല്ലോ. അങ്ങനെ ഗോവിന്ദൻകുട്ടിയെ മാത്രമല്ല എല്ലാവരെയും, നാട്ടിൽ മുഴുവൻ ദാനങ്ങൾ ചെയ്തിട്ടുണ്ട് അവർ. ഒരാളെയും ഒരു പട്ടിണി കിടക്കണമെന്ന് പറഞ്ഞാൽ ഉടനെ അവർ ഭക്ഷണം കൊടുക്കുമായിരുന്നു. എന്താ പറയുന്നത്, പണ്ട് കാലത്ത് ഇല്ലങ്ങളിലൊക്കെ പടിപ്പുരയിൽ വന്നിട്ട് രാത്രി കാലങ്ങളിലായാൽ പട്ടിണി കിടക്കുന്നവരുണ്ടോ എന്ന് വിളിച്ചു പറയത്ര. അപ്പോൾ ആ വിളിച്ചു പറയുന്നത് കേട്ടാൽ
അടുത്തോ എവിടെയെങ്കിലും വഴി കൂടെ പോണവരോ ഭക്ഷണം കഴിക്കാത്തവരാണെങ്കിൽ അവിടെ കയറി ചെന്ന് ഭക്ഷണം കഴിച്ചു പോകുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ചെയ്തിരുന്ന വ്യക്തി ഇന്ന് ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയിൽ വീണ് കിടക്കുകയാണ്. അപ്പോൾ അത് നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് ഇത്രയും ദുരിതം വന്നു. യേശുക്രിസ്തുവും ഒരു സമൂഹത്തിനെ നല്ല നിലയിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിച്ചതിൻ്റെ ഫലമാണ് അവർക്ക് കിട്ടിയ എന്താ പറയുക, കുരിശിലേറിയതും. അപ്പം രണ്ടിനെയും കൂടെ നമ്മളുടെ ഗോവിന്ദൻകുട്ടി എന്ത് ചെയ്യുക ചെയ്യുന്നത്, തുലന ചെയ്യുക ചെയ്യുന്നത്. രണ്ടും ഒരേപോലെ തന്നെയാണ്. അപ്പോൾ അവർ രണ്ടുപേരെയും കൂട്ടി ചേർക്കുകയാണ് ചെയ്യുന്നത്. ഇനി സ്മരണകളെ ഒരുമിച്ച് ചേർത്തുകൊണ്ടാണ് അവരെ ക്രൂശിതയായ മനുഷ്യപുത്രി എന്ന് ഗോവിന്ദൻകുട്ടി വിശേഷിപ്പിച്ചത്. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ആ യേശുക്രിസ്തുവിൻ്റെയും ഇവരുടെയും പ്രവൃത്തികൾ ഏതാണ്ട് ഒരുപോലെയാണ്. അപ്പോൾ അവരെ രണ്ടുപേരും കൂടെ ഒന്നിച്ച് ചേർത്തി ഉപമിച്ച് പറഞ്ഞത് അതുകൊണ്ടാണ്. ഇനി അടുത്തത്, കുഞ്ഞാത്തലമ്മ നേതാവിനോട് എന്താണ് അഭ്യർത്ഥിച്ചത്? ഇപ്പോൾ വന്നു കണ്ടു, ഗോവിന്ദൻകുട്ടിക്ക് മനസ്സിലായി, എന്തൊക്കെ ആളെ മനസ്സിലാവുന്നു, ഒരു അഭ്യർത്ഥന. എന്താണ് പറഞ്ഞത്? തൻ്റെ പേരക്കുട്ടിയെ സ്കൂളിൽ ചേർത്ത് തരണമെന്നായിരുന്നു. ചെറിയ കുട്ടിയുടെ കയ്യിൽ ഇതെൻ്റെ പേരക്കുട്ടിയാണ്, ഇവനെ നീ ഒന്ന് സ്കൂളിൽ ചേർത്ത് തരണം. അതെന്തിനാണ്? പഠിക്കുന്നതിന് വേണ്ടിയല്ല, സ്കൂളിൽ ചേർത്താൽ മുടങ്ങാതെ ഉച്ചഭക്ഷണം കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് അവർ ഇത്തരമൊന്നിൻ്റെ ആവശ്യമുന്നയിച്ചത്. നോക്കൂ, വലിയ തറവാട്ടിലൊക്കെ ജയിച്ചിരുന്നവരാണ് എവിടെ എത്തി. അപ്പോൾ ദാനധർമാദികളെ കൊണ്ടും നമ്മൾ പറയുക ഏറ്റവും വലിയ അന്നദാനമാണ്, ഏറ്റവും വലിയ വസ്ത്രദാനമാണ് ഏറ്റവും വലുതെന്നൊക്കെ പറയും. എന്ത് ദാനം ചെയ്താലും നമ്മൾ മണ്ടയിൽ വരെ എന്തായാലും അനുഭവിക്കേണ്ടി വരും എന്നൊക്കെ അതൊന്ന് മനസ്സിലാവുന്നത് കേട്ടോ. അപ്പോൾ ഈ കുട്ടീനെ സ്കൂളിൽ ചേർത്തി കൊടുക്കാം, പഠിക്കാനല്ല. പിന്നെ എന്തിനാണ്? സ്കൂളിൽ ചെന്നാൽ മുടങ്ങാതെ ഉച്ചയ്ക്കുള്ള കഞ്ഞി കിട്ടും. അന്നൊക്കെ കഞ്ഞി, എന്നിപ്പോൾ ചോറൊക്കെയാണ് അല്ലേ, കിട്ടും എന്നുള്ള ഒരൊറ്റ സന്തോഷം അല്ലെങ്കിൽ ഒരു സമാധാനം കൊണ്ടാണ് അവരങ്ങനെ മകന് പേരക്കുട്ടിയെ സ്കൂളിൽ ചേർത്തി കൊടുക്കണമെന്ന് ഗോവിന്ദൻകുട്ടിയോട് അഭ്യർത്ഥിച്ചത്. ഇനി കുഞ്ഞാത്തലമ്മയെ നേതാവ് തിരിച്ചറിഞ്ഞത് എങ്ങനെ? എന്താണ്? കുഞ്ഞാത്തലമ്മ തല ഉയർത്തിയപ്പോൾ അവർ പുതച്ച മുണ്ട് ഊർന്നു വീണു. തലയിൽ മുണ്ടിട്ടുകൊണ്ടായിരിക്കണത്. ഗോവിന്ദൻകുട്ടി ചെന്ന് നോക്കാൻ നേരത്ത് നമ്മളുടെ കുഞ്ഞാത്തലമ്മ തല ഉയർത്തി, അതോടെ തലയിലിട്ടിരുന്ന മുണ്ട് ഊർന്നു വീണു, താഴേക്ക് വീണു എന്നർത്ഥം. അപ്പം മന്ത്രം ജപിക്കുന്ന സ്വരത്തിൽ, വളരെ വിനയത്തോടെ, പതുങ്ങിയ സ്വരത്തിൽ വിനയത്തോടു കൂടിയാണ് അവർ സംസാരിച്ചത്. പിന്നെ അവരെ നെറ്റിയിലെ നമസ്കാര മുദ്ര, അമ്പലത്തിൽ ചെന്നാൽ നിലത്ത് ഇങ്ങനെ നെറ്റി കുത്തി പ്രാർത്ഥിക്കും. നിങ്ങൾ മുസ്ലിങ്ങൾക്കുണ്ടല്ലോ അങ്ങനെ ഒരു സമ്പ്രദായം, ഹിന്ദുക്കൾക്കുണ്ട്. ക്രിസ്ത്യാനികൾക്ക് നിലത്ത് മുട്ടാറുണ്ടോ അറിഞ്ഞൂടട്ടോ. അവർ കുരിശ് വരയ്ക്കലാണ്. അപ്പോൾ ആ നിലത്ത് ഇങ്ങനെ തലമുട്ടി അവിടെ നമസ്കാര തഴമ്പുണ്ട്, അത്. പിന്നെ വെള്ളോട്ട് വളയിട്ട തഴമ്പ്, സ്വർണത്തിൻ്റെ വളയല്ല ഇടാന്നൊക്കെ, വെള്ളോട്ട് വളയാണ് ഇടുക. അപ്പം അതിൻ്റേതായിട്ടുള്ള തഴമ്പ് എന്നാണ് പറയുന്നത്. വെള്ളോട്ട് വളയിട്ട തഴമ്പ് എങ്ങനെയാണ് ഉണ്ടാവുക എനിക്ക് അറിഞ്ഞൂടാ. വളയ്ക്ക് തഴമ്പ് വരുമോ ഇടണം എനിക്ക് അറിഞ്ഞൂടാ, പോട്ടെ. അപ്പോൾ ആ രണ്ട് കാര്യങ്ങൾ കണ്ടിട്ടാണ് ലേഖൻ കുഞ്ഞാത്തലമ്മയെ തിരിച്ചറിഞ്ഞത്. ഇനി കുഞ്ഞാത്തലമ്മ പൂജാർഹയായ വിഗ്രഹമാണ് ഗോവിന്ദൻകുട്ടിക്ക് തോന്നിയത് എന്തുകൊണ്ട്? നിത്യ പൂജാർഹയായ വിഗ്രഹമാണ് എന്ന് പറഞ്ഞത്. നിത്യവും പൂജയ്ക്ക് അർഹയായ വിഗ്രഹം ആണ് നമ്മളുടെ കുഞ്ഞാത്തലമ്മ എന്ന് പറയാൻ കാരണമെന്ത്? ബാല്യത്തിൽ സ്വന്തം അമ്മയേക്കാൾ തന്നെ സഹായിച്ചത് കുഞ്ഞാത്തലമ്മയാണ്. കുട്ടിക്കാലത്ത് ഏറ്റവും കൂടുതൽ, അമ്മയേക്കാൾ കൂടുതൽ സ്നേഹിച്ചത് ആരായിരുന്നു? കുഞ്ഞാത്തലമ്മയാണ്. പിന്നെ ഇടയ്ക്ക് പണവും തന്നിരുന്നു. ഗോവിന്ദൻകുട്ടി വലിയ ആളാകുമെന്ന് ഉള്ള അനുഗ്രഹവും തന്നിരുന്നു. അപ്പോൾ അവരെന്നും പറയും, നീ വലിയ ആളാവും എന്നുള്ള അനുഗ്രഹവും കൊടുക്കുമായിരുന്നു. എനിക്ക് മാത്രമല്ല നാട്ടുകാർക്ക് മുഴുവനും പൂജാർഹയായി ഇരുന്നു കുഞ്ഞാത്തലമ്മ എന്ന് അയാൾക്ക് തോന്നി. കാരണം പറഞ്ഞു, എന്താണ്, ഭക്ഷണമൊക്കെ ഗോവിന്ദൻകുട്ടിക്ക് മാത്രമല്ല എല്ലാവർക്കും കൊടുക്കുന്നു വന്നില്ലേ. അതുകൊണ്ട് ഗോവിന്ദൻകുട്ടി അറിയാം, എനിക്ക് സ്വന്തമല്ല, നാട്ടിൽ മൊത്തം കുഞ്ഞാത്തലമ്മയെ കൊണ്ട് അങ്ങനെയാണ് പറയാറുണ്ടായിരുന്നതെന്ന്. ഇനി ഒന്നും കൂടിയുള്ളൂ, ഒരു പാട്ട് പിന്നെയും എന്നുള്ള സുഗതകുമാരിയുടെ ഒരു കവിതയാണ്, ചെറിയൊരു കവിതയാണ് പറയാനുള്ളത്. നമ്മളുടെ പരിസ്ഥിതി നാശത്തിനെ പറ്റിയിട്ടാണ് സുഗതകുമാരി ഇതിൽ സൂചിപ്പിക്കുന്നത്. എവിടെ ഇരുന്നാണ് കിളി പാടുന്നത്?
മഴു തിന്ന മരക്കൊമ്പിൽ, മഴു തിന്ന മരക്കൊമ്പ്. മഴു തിന്ന മരക്കൊമ്പ് പറഞ്ഞാൽ എന്താ? മരത്തിൻ്റെ കൊമ്പും ചേരങ്ങളും ഒക്കെ വെട്ടിമുറിച്ച് അതിൻ്റെ തടി മാത്രം ബാക്കി നിൽക്കുന്ന ഒരു മരക്കൊമ്പിലിരുന്നാണ് കിളി പാടുന്നത്. കിളിയുടെ പാട്ടിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? കിളി പാടുന്നതിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. എന്താണ്? ആർദ്രത, ഒറ്റച്ചിറകിൻ്റെ താളം, ആഹ്ലാദം, അഴകെഴും സ്വപ്നം, നല്ല അഴകാർന്ന സ്വപ്നങ്ങൾ, കണ്ണുനീർ, ഇതോടുകൂടിയൊക്കെയാണ് കിളി പാട്ടുപാടുന്നത്. പിന്നെ കിളി ഒറ്റയ്ക്കാണ് എന്ന് എന്തെല്ലാം സൂചനകളിലൂടെയാണ് കവയിത്രി വ്യക്തമാക്കുന്നത്. അപ്പോൾ ആ കിളി പാടുന്നുണ്ടെങ്കിലും കിളി ഒറ്റയ്ക്കാണ് എന്ന് കവി തൻ്റെ കവിതയിലൂടെ പറയുന്നുണ്ട്. ആ ഒറ്റയ്ക്കാണ് എന്ന് നമ്മളോട് സൂചിപ്പിക്കുന്ന എന്തിലൂടെയൊക്കെയാണെന്ന് ചോദിക്കുന്നത്. കൂടെ ഇണയില്ല, കൂട്ടിന് കിളികളില്ല, പിന്നെ കൊച്ചുമക്കൾ കൊത്തിപ്പിരിഞ്ഞുപോയി. ഈ 2-3 കാര്യങ്ങളെ കൊണ്ടാണ് കിളി ഒറ്റയ്ക്കാണ് എന്ന് നമുക്ക് മനസ്സിലാക്കി ചേരുന്നത്. പക്ഷിയുടെ പാട്ട് ഈ കവിതയുടെ ഇടയ്ക്കും അവസാന ഭാഗത്തും വ്യത്യസ്ത രീതിയിൽ ആവിഷ്കരിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? പിന്നെ കിളിയുടെ പാട്ട് ആദ്യവും അവസാനവും വ്യത്യസ്ത രൂപത്തിലാണെന്ന് പറയുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്നാണ് ചോദിക്കുന്നത്. എന്താണ്? ആദ്യം കിളി പാടുന്ന പണിപ്പെട്ടാണ്. ഇടയ്ക്ക് സമയത്ത് പാട്ട് പതുക്കെ മൂളുകയാണ്. അതായത് ആദ്യം വളരെ സങ്കടത്തോട് വേദനിക്കുന്ന ചിറകൊക്കെ അടിച്ചുകൊണ്ടിട്ടൊക്കെയാണ് പാടിയത്. ഇടയ്ക്ക് പാട്ട് പതുക്കെ മൂളി. ആദ്യം വേദനയോടുകൂടി പാടി, പിന്നെ പാട്ട് പതുക്കെ ആക്കി, പിന്നെയോ എല്ലാം മറന്ന് അവസാന ഭാഗത്ത് എല്ലാം മറന്ന് ആർദ്രമായി ഒറ്റച്ചിറകിൻ്റെ താളത്തോടെ ആ പാട്ട് തെളിഞ്ഞു പാടുന്നു. ഒടുവിലായപ്പോൾ എന്തായി? നല്ല ശബ്ദത്തിൽ ആ പാട്ട് വളരെ തെളിവോടുകൂടി അവർ പാടാൻ തുടങ്ങി. ഈ കിളിയുടെ പാട്ട് കേട്ടപ്പോൾ പ്രകൃതി എങ്ങനെയാണ് പ്രതികരിച്ചതെന്നാണ് ഇന്ന് വിശദമാക്കുക. അപ്പോൾ കിളി പാട്ട് പാടിയത് പ്രകൃതി എങ്ങനെയാണ് എന്നോട് അനുകൂലിച്ചത് എന്നാണ് ചോദിക്കുന്നത്. രാത്രി ഉയർന്നു കേൾക്കുന്ന മധുരമായ ഗാനം കേൾക്കുന്നതിന് വനത്തിലെ മരങ്ങളും മഴയും കുളിരും കിളിയുടെ കൂട്ടിനുണ്ട്. കിളിയുടെ കൂട്ടിനില്ല എന്ന് പറഞ്ഞു ആരും. പക്ഷെ ഇവിടെ പ്രകൃതിയിൽ ചിലതൊക്കെ കിളിയുടെ കൂട്ടിനുണ്ടായിരുന്നു. ആരൊക്കെയെന്ന്? അതൊക്കെയാണ് മഴ ഉണ്ട്, മരങ്ങളുണ്ട്, കുളിരുണ്ട്. പിന്നെ അത് മാത്രമല്ല നിഴലും പുഴയും കൂട്ടിനുണ്ട്. പിന്നെ കിളിയുടെ പാട്ട് കേട്ട് വഴിമരച്ചോട്ടിലെ പുല്ല് തലയാട്ടുന്നുണ്ട്. താളത്തിനൊത്ത് തലയാട്ടുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ പൂത്തുലഞ്ഞു നിൽക്കുന്ന മരങ്ങളും ആകാശത്തെ നക്ഷത്രങ്ങളും ആ പാട്ട് കേൾക്കുന്നുണ്ട്. കിളി പാടുന്നുണ്ടെങ്കിൽ മരങ്ങളും പൂക്കളും ആകാശവും ഒക്കെ ആ പാട്ട് കേൾക്കുന്നുണ്ട്. വരാനിരിക്കുന്ന നല്ല നാളെയെക്കുറിച്ചുള്ള സ്വപ്നങ്ങളും ഒറ്റപ്പെടലിൻ്റെ വേദന കൊണ്ടുള്ള കണ്ണീരും നിറഞ്ഞതാണ് ആ പാട്ട്. എന്തൊക്കെയാണ് ആ പാട്ടിൻ്റെ പ്രത്യേകതകൾ? എന്താണ്? വരാനിരിക്കുന്ന നല്ല നാളെയെക്കുറിച്ചുള്ള സ്വപ്നം, നാളെ നല്ലൊരു നാൾ വരുന്നു എന്നുള്ളൊരു സ്വപ്നം, ഒറ്റപ്പെടലിൻ്റെ വേദന കൊണ്ടുള്ള കണ്ണീരും, ഇത് നിറഞ്ഞതായിരുന്നു ആ പാട്ട് എന്നാണ് പറയുന്നത്. ഇത് ടീച്ചർ ഈ 5 പാഠങ്ങളും ചുരുക്കിയിട്ടാണ് ഏതാണ്ട് കുറച്ച് നല്ല ഇമ്പോർട്ടൻ്റ് എന്ന് തോന്നിയ ചോദ്യങ്ങളും ഉത്തരങ്ങളാണ് പറഞ്ഞത്. ബാക്കിയെല്ലാം നിങ്ങൾ വായിച്ച് നോക്കുക. പിന്നെ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെച്ചൊക്കെ അതിനുള്ള വഴികളൊക്കെ നമുക്ക് എന്തായാലും നിങ്ങളെ കൂടെ ഞങ്ങളുണ്ടായിരിക്കും. നിങ്ങളെ കൈപിടിച്ചുയർത്താൻ ഞങ്ങൾ എപ്പോഴും സന്നദ്ധരായിരിക്കും. അതുകൊണ്ട് ഈ 5 പാഠവും നല്ലോണം ഒന്ന് വായിച്ചു നോക്കുക. ശരി, നമുക്ക് വീണ്ടും കാണാം.